ക്ലാസ് 2 ഇന്റഗ്രേഷൻ ഡേ 2ന്റെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിലെ പ്രവർത്തനം 6 പറഞ്ഞത് എന്തെല്ലാം. കടങ്കവിത മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ മാൻകുഞ്ഞ് സമ്മാനവുമായി വീട്ടിലേക്ക് ഓടി. വഴിയിൽ കുതിരച്ചേട്ടനെ കണ്ടു. അപ്പൊ കുതിരച്ചേട്ടനും മാൻകുഞ്ഞുമായുള്ള സംഭാഷണം പൂർത്തിയാക്കാനാണ് കേട്ടോ. അപ്പൊ സമ്മാനമായിട്ട് മാൻകുഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അല്ലെ. അപ്പൊ വഴിയിൽ വെച്ചിട്ട് കുതിരച്ചേട്ടനെ കണ്ടു. അപ്പൊ അവർ തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കുതിര എന്താ പറയുന്നത്, മാൻകുഞ്ഞേന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്തായിരിക്കും മാൻ പറഞ്ഞിട്ടുണ്ടാവുക, കുതിരച്ചേട്ടാ ഇത് കണ്ടോ എനിക്ക് കിട്ടിയ സമ്മാനം എന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ മാന്. അപ്പൊ എന്തായിരിക്കും കുതിര ചോദിക്കുക, മാൻകുഞ്ഞേ നിനക്ക് എന്തിനാ സമ്മാനം കിട്ടിയത് എന്ന് ചോദിച്ചിട്ടുണ്ടാവൂലേ. അപ്പൊ മാൻ എന്താ പറയാ മറുപടി, എന്തിനാ കിട്ടിയത് മാൻകുഞ്ഞിന് സമ്മാനം, കടങ്കവിത മത്സരത്തില് 1ാം സ്ഥാനം കിട്ടിയതിനാണ് അല്ലെ. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടാവൂലേ മാന്. അപ്പൊ കടങ്കവിത മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയതിനാ എന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ, അതവിടെ എഴുതുക കേട്ടോ. അപ്പോ കുതിര എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അതെയോ മിടുമിടുക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ. അപ്പൊ മാൻ എന്താ പറയാ, നന്ദി കുതിരച്ചേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ സംഭാഷണം പൂർത്തിയാക്കുക കേട്ടോ. പ്രവർത്തനം 7 ശുചിത്വം മഹത്വം. പാചക മത്സരത്തിൽ പങ്കെടുത്ത കുതിരച്ചേട്ടൻ കണ്ട കാര്യങ്ങൾ നോക്കൂ. ശരിയായവയ്ക്ക് ചിരിക്കുന്ന ഇമോജി, തെറ്റായവയ്ക്ക് വിഷമമുള്ള ഇമോജി വരച്ചു ചേർക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. താഴെ നമുക്ക് ശുചിത്വ ശീലങ്ങളാണ് തന്നിരിക്കുന്നത്. ആ ശീലങ്ങളില് ശരിയായവയ്ക്ക് ചിരിക്കുന്ന ഇമോജിയും തെറ്റായവയ്ക്ക് വിഷമമുള്ള ഇമോജിയും വരച്ചു ചേർക്കാനാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ നോക്കാം. പാചകത്തിന് മുമ്പ് കൈ കഴുകി എന്നാണ്. പാചകം ചെയ്യുന്നതിന് മുമ്പേ കൈ കഴുകുന്നത് നല്ല ശീലമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, ചിരിക്കുന്ന ഇമോജി വരയ്ക്കുക കേട്ടോ. അടുത്തത്, പാചകത്തിനു മുമ്പ് പാത്രങ്ങൾ വൃത്തിയായി കഴുകിയില്ല. പാചകത്തിന് മുമ്പ് പാത്രങ്ങളൊന്നും നേരവണ്ണം കഴുകിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, വിഷമമുള്ള ഇമോജി വരയ്ക്കുക കേട്ടോ. അടുത്തത്, കഴുകാത്ത പച്ചക്കറികൾ ഉപയോഗിച്ചു. നമുക്കറിയാം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം നന്നായി കഴുകിയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, വിഷമമുള്ള ഇമോജി വരച്ചു ചേർക്കുക കേട്ടോ. ആഹാരം അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ആഹാര സാധനങ്ങളെല്ലാം നേരവണ്ണം അടച്ചു വെക്കണം അല്ലെ. അപ്പൊ നല്ല ശീലാണല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, ചിരിക്കുന്ന ഇമോജി വരച്ചു ചേർക്കുക കേട്ടോ. അടുത്തത്, ശുദ്ധമായ വെള്ളം ഉപയോഗിച്ചു. അതും നല്ല ആരോഗ്യശീലത്തിൽ പെടുന്നതാണ്. അപ്പൊ ചിരിക്കുന്ന ഇമോജി വരയ്ക്കുക. അടുത്തത്, വൃത്തിയില്ലാത്ത സ്ഥലത്ത് പാചകം ചെയ്തു. അത് നല്ല ശീലാണോ, അല്ല. അപ്പൊ എന്ത് ചെയ്യാം, വിഷമമുള്ള ഇമോജി വരയ്ക്കുക കേട്ടോ. ഇതിലൊരു ചോദ്യം കൂടിയുണ്ട്, ആരോഗ്യകരമായ ജീവിതത്തിന് നാം പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങൾ എഴുതുക. അപ്പൊ ഏതൊക്കെയാണ് ശുചിത്വ ശീലങ്ങൾ, നമ്മൾ ആരോഗ്യപരമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ പാലിക്കേണ്ട ശുചിത്വ ശീലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, ദിവസവും കുളിക്കണം എന്ന് കേട്ടോ. പിന്നെ ഏതൊക്കെയാണ് ശുചിത്വ ശീലങ്ങൾ? 2 നേരം പല്ലു തേക്കണം, ആഴ്ചയിൽ ഒരിക്കൽ നഖം വെട്ടണം, ദിവസവും തലമുടി ചീന്തി വൃത്തിയാക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. അങ്ങനെ ധാരാളം ശുചിത്വ ശീലങ്ങൾ ഉണ്ട് അല്ലെ. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. പ്രവർത്തനം 8 ആകാശത്തിലെ കൂട്ടുകാർ. കാട്ടിലെ ഉത്സവത്തിന് ചിത്രരചന മത്സരം ഉണ്ടായിരുന്നു. കുയിലമ്മ വരച്ച ചിത്രത്തിന് നിറം നൽകി. ഇവിടെ കുയിലമ്മ വരച്ച ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെന്താ, അത് മഴവില്ലാണല്ലേ. മഴവില്ലിന് നിറം നൽകണം കേട്ടോ. നമുക്കറിയാം മഴവില്ലിന് എത്ര നിറങ്ങളുണ്ട്, 7 നിറങ്ങളുണ്ട് അല്ലെ. അടുത്ത ചോദ്യം അതാണ് കേട്ടോ, മഴവില്ലിന് എത്ര നിറങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. 7 നിറങ്ങൾ എന്ന് എഴുതാ കേട്ടോ. മഴവില്ലിന്റെ നിറങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. അടുത്ത ചോദ്യം, മഴവില്ലിലെ ഏതെങ്കിലും 3 നിറങ്ങളുടെ പേരെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ലേ, അതിൽ ഏതെങ്കിലും 3 നിറങ്ങളുടെ പേര് എഴുതുക കേട്ടോ. രാത്രിയിൽ ആകാശത്ത് കാണുന്നത് ഏതെല്ലാം? രാത്രിയിലെ ആകാശത്ത് എന്തൊക്കെയാ കാണുക? നക്ഷത്രങ്ങൾ, ചന്ദ്രൻ. പ്രവർത്തനം 9 പത്രവാർത്ത. മാമലക്കാട്ടിലെ ഉത്സവം കഴിഞ്ഞു. വനശബ്ദം പത്രത്തിലേക്കുള്ള ഉത്സവത്തിന്റെ ഒരു വാർത്ത തയ്യാറാക്കുക. മാമലക്കാട്ടിലെ ഉത്സവം നടന്നു, അതിനെ പറ്റിയിട്ടുള്ള ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തലക്കെട്ട് നൽകണം. അപ്പൊ എന്താ എഴുതാം, മാമലക്കാട്ടിലെ ഉത്സവമേളം എന്ന് കൊടുക്കാം. പിന്നെ സ്ഥലം കൊടുക്കണം, മാമലക്കാടാണ് അല്ലെ, മാമലക്കാട് എന്ന് എഴുതാം. മാമലക്കാട്ടിൽ കാനനോത്സവം എന്ന പേരിൽ മൃഗങ്ങൾക്കായി വിവിധ മത്സരങ്ങൾ
സംഘടിപ്പിച്ചു. അന്യകാടുകളിൽ നിന്നടക്കം മൃഗങ്ങൾ കാഴ്ചക്കാരായി എത്തി. അടുത്ത കൊല്ലവും ഇതേപോലെ മൃഗങ്ങൾക്കായി ഉത്സവം നടത്തുമെന്ന് മൃഗരാജൻ അറിയിച്ചിട്ടുണ്ട്. മത്സരങ്ങൾക്കു ശേഷം വിജയികൾക്ക് മൃഗരാജൻ സമ്മാനങ്ങൾ നൽകി ആദരിച്ചതോടുകൂടി ഇക്കൊല്ലത്തെ കാനനോത്സവം സമാപിച്ചു. ഇങ്ങനെ എഴുതാട്ടോ. പ്രവർത്തനം 10 നിയമം പാലിക്കും. ഉത്സവം കഴിഞ്ഞ് കുതിരച്ചേട്ടൻ നാടു കാണാൻ ഇറങ്ങി. റോഡ് നിറയെ വാഹനങ്ങൾ. കുതിരച്ചേട്ടൻ പതുക്കെ നടന്നു. അതാ ഒരു വെളിച്ചം. നിറം നൽകുക. അപ്പൊ എന്താണ് ആ വെളിച്ചം? സിഗ്നൽ ലൈറ്റ് ആണ് അല്ലെ. അപ്പൊ സിഗ്നൽ ലൈറ്റിന് നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, മുകളില് ചുവപ്പ്, നടുക്കെ മഞ്ഞ, ചുവടെ പച്ച, അങ്ങനെ നിറം നൽകുക കേട്ടോ. അടുത്ത ചോദ്യം, സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ പച്ചടെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. മുന്നോട്ട് പോകാം എന്ന് തന്നിട്ടുണ്ട്. ചുവപ്പും മഞ്ഞയും നമ്മൾ എഴുതണം. അപ്പൊ ചുവപ്പ് എന്താണ്? നിർത്തുക എന്നുള്ളതാണ് അല്ലെ. മഞ്ഞ എന്താണ്? തയ്യാറെടുക്കുക എന്നുള്ളതാണ് അല്ലെ. അടുത്ത ചോദ്യം, റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എഴുതുക. അപ്പൊ നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വലതുവശം ചേർന്ന് നടക്കുക, സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുക, കൂട്ടം കൂടി നടക്കാതിരിക്കുക, ഇതൊക്കെയാണ് അല്ലെ. അപ്പൊ ഇതിലെ ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതുക കേട്ടോ.